തീരുമാനം ഇപ്പോൾ പറയും. UDFിൻ്റെ ചെയർമാൻ എന്നുള്ള നിലക്ക് പ്രതിപക്ഷ നേതാവിനെ, അതുപോലെ തന്നെ KPCC പ്രസിഡന്റിനെ, ഘടകകക്ഷികൾ PJ ജോസഫിനെ ഒക്കെ വിളിച്ച് പറഞ്ഞു. ഇന്ന് തന്നെ 3 മണിക്ക് നോമിനേഷൻ കൊടുക്കാനാണ് നോക്കുന്നത്. അതിനിപ്പോൾ നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ സൗകര്യം കൂടി നോക്കിയിട്ട് പോസിബിൾ ആണെങ്കിൽ ഇന്ന് തന്നെ നോമിനേഷൻ കൊടുക്കും. നാളെയും മറ്റന്നാളെയും സമയമുണ്ട്. ഇന്ന് കൊടുക്കാനാണ് തീരുമാനം. കൊടുക്കാൻ ഞങ്ങൾ റെഡിയായി നിൽക്കുകയാണ്. പക്ഷേ അത് നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ കാര്യം കൂടി ഉള്ളത് കൊണ്ട് ഞങ്ങളൊരു പക്ഷേ വല്ല തടസ്സം വന്നാൽ നാളെ ആയിരിക്കും. വേറെ പ്രോബ്ലമൊന്നുമില്ല. കാൻഡിഡേറ്റ് ആരാണ് എന്നുള്ള കാര്യം, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും സാധാരണ പോലെ തങ്ങളെ അധികാരപ്പെടുത്തി. ഉന്നതാധികാര സമിതിയിൽ പേര് പറഞ്ഞിട്ടുണ്ട്. MLA യോഗത്തിലും പേര് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിട്ട് നേരത്തെ തങ്ങളെ ചുമതലപ്പെടുത്തിയതാണ്. കോഴിക്കോട് യോഗം ചേർന്നിട്ട് കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് തന്നെ ചുമതലപ്പെടുത്തിയാണ്. ഇപ്പോൾ തങ്ങൾ പേര് പറയാൻ പോവാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിശദീകരണം ഉണ്ട് എങ്കിൽ പറയാം. രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്ന് ഒഴിവ് വരുന്ന 3 സീറ്റുകൾ, അതിൽ ഒരു സീറ്റ് UDFിന് അവകാശപ്പെട്ടു. UDF അത് സുജീവ് മത്സരിക്കണമെന്നാണ് തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രഖ്യാപനമാണ് ഇവിടെ നടത്തുന്നത്. സുജീവിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നതിനനുസരിച്ച് സുജീവിൻ്റെ നേതാക്കളുമായി MLA-മാരും ഒക്കെ നമ്മൾ അതിൻ്റെ കൂടിയാലോചന നടത്തുകയുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി നല്ലൊരു അഭിപ്രായത്തിൽ എത്തിയിട്ടുണ്ട്. അത് ഡൽഹിയിൽ മുതിർന്ന അഭിഭാഷകൻ, ഇന്ത്യൻ ലോയേഴ്സ് ഫോറത്തിൻ്റെ പ്രസിഡന്റ്, ഓൾ ഇന്ത്യ KMCCയുടെ പ്രസിഡന്റാണ് DK ഹാരിസ് ബീരാൻ. അദ്ദേഹത്തെയാണ് UDF സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. നേതാക്കൾ എല്ലാവരുടെയും കൂടിയാലോചനയ്ക്ക് ശേഷമുള്ള തീരുമാനമാണ്. നേരത്തെ ഈ തീരുമാനം മുസ്ലിം ലീഗ് പ്രവർത്തകർ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. രാജ്യസഭാ അംഗമായ ഹാരിസ് ബീരാന്റെ പേര് നിർദ്ദേശിച്ചുകൊണ്ടാണ് മാധ്യമങ്ങളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.